നമുക്ക് ഈ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു മിറർ, ഒരു കണ്ണാടി പോലെയാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. നമുക്കിപ്പം ഈ ലോകത്തിന് നമുക്ക് പറയുകയാണ്, എനിക്ക് വേണ്ട റെസ്പെക്റ്റ് കിട്ടാറില്ല, എനിക്ക് വേണ്ട സ്നേഹം കിട്ടാറില്ല, അല്ലെങ്കിൽ എന്നോട് അധികം ആരും അങ്ങനെ അടുപ്പം കാണിക്കാറില്ല, അല്ലെങ്കിൽ എല്ലാവരും എന്താ ഇങ്ങനെ പെരുമാറുന്നത് അങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ആലോചിക്കുക, ഈ ലോകം ഒരു കണ്ണാടി പോലെ പെരുമാറും നമ്മുടെ അടുത്ത്. ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് രാത്രി നമ്മൾ ക്ഷീണിച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ തലമുടിയൊന്നും ചീകിയ പോലെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണോ ഉറങ്ങിയ ആ അവസ്ഥയിലായിരിക്കും നമ്മൾ. തലമുടി വളരെ മോശമായിട്ട് അങ്ങോട്ടായിരിക്കും, ഉറക്കപ്പായിൽ നമ്മുടെ കണ്ണുതുള്ളിയുടെ അത് പറ്റിയിരിക്കും. അങ്ങനെ ഒരുപാട് നമ്മുടെ മുഖത്ത് ഇത് കാണും, ക്ഷീണങ്ങൾ കാണും, ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മൾ കണ്ണാടി ഇടിച്ച് പൊട്ടിക്കുകയാണോ ചെയ്യുന്നത്? അതോ നമ്മളെ കണ്ണാടി തല്ലി പൊട്ടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? വീണ്ടും പല പീസായിട്ട് ആ കണ്ണാടി നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? അതിൻ്റെ ഓരോ പീസിനകത്ത് നമ്മുടെ വീണ്ടും അതേ മുഖങ്ങൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങും. ഇതുപോലാണ് ഈ ലോകം. ഒരാൾ നമ്മുടെ അടുത്ത് കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം ഇതാ, അല്ലെങ്കിൽ നീ അങ്ങനെ ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള ആദ്യം ആലോചിക്കുക. എൻ്റെ കംപ്ലയിൻറ്റ് എന്നെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇല്ലേ എനിക്ക് ഈ റെസ്പെക്റ്റ് എന്നോടുണ്ടോ? നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം നിങ്ങളോട് കാണിക്കുന്ന സ്നേഹവും കരുണയും, അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന വെറുപ്പും വിദ്വേഷവുമാണ് ഈ ലോകം നിങ്ങളോട് കാണിക്കുന്നത്. അവർ ജസ്റ്റ് നിങ്ങളുടെ മിറർ കാണിക്കുന്നതേ ഉള്ളൂ. ഓരോ വ്യക്തി നിങ്ങളിൽ പോസിറ്റിവിറ്റിയും സന്തോഷവും, എപ്പോഴും നിങ്ങൾ സന്തോഷമായിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നിങ്ങളെ ലോകം എങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയുന്ന പോലെ നിങ്ങളെപ്പോഴും എന്താണോ നിങ്ങളോട് ചെയ്യുന്നത്, അല്ലെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കണം ചുറ്റുമുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം ചുറ്റുമുള്ളവർ നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾക്ക് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് വില തരാൻ തുടങ്ങും. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളാണ്, നിങ്ങളെ ചീത്ത വിളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ളവർ ചീത്ത വിളിക്കുന്ന ടൈപ്പായിരിക്കും. നിങ്ങളെ ശപിക്കുന്ന ഒരാളാണെങ്കിൽ ചുറ്റുമുള്ളവരും ലോകവും നിങ്ങളെ ശപിക്കുന്ന ടൈപ്പായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അത്രമാത്രം നമുക്ക് സെൽഫ് ലവ്, സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ ഈ ലോകം ഒരു റിഫ്ലക്ഷനാണ് കാണിച്ചു തരുന്നത്. നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളിൽ ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് അവർ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ മോശമാണെന്ന് അവർ പറയുമ്പം നമ്മൾ സ്വയം മോശമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ നമ്മളെ കണ്ണാടി കാണിക്കുന്നതേ ഉള്ളൂ. ഓരോ വ്യക്തികളും ഇങ്ങനൊരു വിഷയം വരുമ്പോൾ പുറമേ അല്ല പോകേണ്ടത്, അകത്തോട്ട് ഈ ചോദ്യമായിട്ട് തിരിച്ചു ചെല്ലുക. എടാ ശരിയാടാ, അവനിങ്ങനെ പറയുന്നു, അവൻ പറയുന്നുണ്ട്, എന്നെ അവൻ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എന്നെ ഭാര്യ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, എന്നെ കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിഫ്ലക്ഷൻ കിട്ടത്തില്ല. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്നെല്ലാം റെസ്പെക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്തുനിന്നും, നിങ്ങളുടെ അച്ഛൻ്റെ ഭാഗത്തുനിന്നും, നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ആ റെസ്പെക്റ്റ് വരാത്തത്. നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ ആലോചിക്കുക, ഞാൻ എൻ്റെ അടുത്ത് പോസിറ്റീവായിട്ടാണോ ഇരിക്കുന്നത്? ഞാനെന്ന് പറയുന്ന ആളെപ്പറ്റി എനിക്ക് എൻ്റെ സെൽഫ് വർത്ത് എത്രയാണ്, എനിക്ക് എന്നോടുള്ള ബഹുമാനം എത്രയാണ്, ഞാൻ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക, ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും.